ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മോരുകറി ഉണ്ടാക്കിയാലോ? വീട്ടിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അതിന് ആദ്യം വേണ്ടത് 1 ലിറ്റർ തൈര് ഉടച്ചെടുത്തത്, പിന്നെ അരച്ച് ചേർക്കാനുള്ളത് 4 ടീസ്പൂൺ തേങ്ങ ചിരവിയത്. ഇത്രയും തേങ്ങ ചിരവിയത് മതി. പിന്നെ 3 ചെറിയ ഉള്ളി, 1 ഇതൾ കരിവേപ്പില, സാദാ ജീരകം 1/2 ടീസ്പൂൺ, 1 പച്ചമുളക്, 4 വെളുത്തുള്ളി നടുവേ പൊളന്നത്. ഇത്രയും കൂടെ ചേർത്ത് വെണ്ണ പോലെ അരിച്ചെടുക്കണം. അതായത് തേങ്ങയും ഉള്ളിയും സാദാ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ഈ കരിവേപ്പിലയും കൂടെ ചേർത്ത് ഈ പ്ലേറ്റിലിരിക്കുന്നത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടത് 1/2 ടീസ്പൂൺ ഉലുവ, കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 4 വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 കഷ്ണം കരിവേപ്പില. ഇത്രയാണ് നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടത്. ഇനി നമുക്ക് മോര് കാച്ചാൻ പോയാലോ? അതിനുവേണ്ടി ഒരു കുഴുവുള്ള ചട്ടി അടുപ്പിൽ വെക്കുന്നു. അപ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് മോര് കാച്ചാൻ പോകാം. മോര് കറി ഉണ്ടാക്കുവാൻ വേണ്ടി മോര് കാച്ചുവാൻ കുഴുവുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചു. ഇതാ പാത്രം ചൂടായി വരുന്നു. ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാത്രം ചൂടായി വന്നു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഓക്കെ, എണ്ണ ചൂടായി വരുന്നു. എണ്ണയ്ക്കകത്തോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. എണ്ണ തിളച്ച് കടുക് പൊട്ടുന്നു. ഇതിനകത്തോട്ട് ഒരു 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇടുന്നു. ഇനി അടുത്ത് ഇതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ പോവാം. അടുത്തത് 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 4 അല്ലി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. അടുത്തായി 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ ഉലുവ. ഇപ്പം മീഡിയം ഫ്ലെയിമേ വെക്കാവുള്ളൂ. ഉലുവ പൊട്ടുന്നു. അതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നു. ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. അതിനകത്തോട്ട് ഒരു 4 മുളക് നടുവേ പൊളന്നത്, പച്ചമുളക് നടുവേ പൊളന്നത് ഇട്ട് കൊടുക്കും. കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു. 2 ഇതൾ കരിയാപ്പില. മുളക് പുളർന്ന് ഇടാവുള്ളൂ, അല്ലെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം. മുളക് നടുവേ മുറിച്ചിട്ട് മാത്രമേ ഇടാവുള്ളൂ. പച്ചമുളക് അല്ല പൊട്ടിക്കും. പച്ചപ്പൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർക്കുന്നു. തേങ്ങ അരച്ചത്, തേങ്ങയും എന്നൊക്കെ ചേർത്ത തേങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയും കരിവേപ്പിലയും സാദാ ജീരകവും ചേർത്ത് ചേർത്ത് മൂപ്പിക്കുന്നു. അരപ്പ് നമ്മൾ മൂപ്പിച്ചെടുക്കും. ഇത് ഇളക്കി അങ്ങോട്ട് അതിൻ്റെ പച്ചപ്പൊങ്ങ് പോകാൻ തേങ്ങ ഒന്ന് മൂത്ത് അരപ്പൊന്ന് മൂക്കാൻ പച്ചപ്പൊങ്ങ് പോകാൻ വേണ്ടി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അടി പിടിപ്പിക്കരുത്. ഇപ്പോൾ തന്നെ അത് ഇതാകും മൂക്കും അച്ഛാ. ഇപ്പോൾ പ്രത്യേക സൂക്ഷിക്കേണ്ടത് കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മോര് കറിക്ക് ടേസ്റ്റ് കുറയും. നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിക്കുന്നു. താത്തി ഒഴിക്കും. അരച്ചതിൻ്റെ ആ ജാറ് കഴുകിയ ലേശം വെള്ളം ഒഴിച്ചാൽ ജാറ് കഴുകി അതിനകത്തുള്ളതും കൂടെ ഒന്ന് പോരാൻ വേണ്ടി ഇളക്കി കൊടുക്കും. ഇച്ചിരി വെള്ളം ഒഴിച്ചേ കഴുകാവുള്ളൂ. ഈ സൈഡിൽ കൊണ്ട് ചേർത്തിളക്കിട്ട് ഇനി അടുത്ത എന്താ? മഞ്ഞൾപ്പൊടി എപ്പോഴും ഇറക്കും.
ആ ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. കാണിക്കും കാണിക്കും ആ ഇട്ടോ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ശരിക്കും എല്ലാവർക്കും പിടിക്കുക. അതിൻ്റെ ആ പച്ചപ്പൊന്ന് പോകണം അല്ലേ. ഇത് മൂത്ത് പറ്റി വരുന്നു. എപ്പോഴാണ് ഇപ്പം ഉടച്ചു വെച്ച തൈര് ഒഴിക്കുന്നത്? എപ്പോഴാണ് ഒഴിക്കാറായോ? അപ്പോൾ ഉടച്ചു വെച്ച തൈര് ഒഴിക്കാറായി വരുന്നു. ഉടച്ചു വെച്ച 1 ലിറ്റർ തൈര് ഒഴിക്കുന്നു. ഉടച്ചു വെച്ച തൈരാണ്, അത് ചേർക്കുന്നു. ഇനി മീഡിയം ഫ്ലെയിമേ വെക്കാവുള്ളൂ, കാരണം തൈര് അധികം തിളച്ച് പോകരുത് അല്ലേ അച്ഛാ? ചൂടായാൽ ഇനി ഒന്ന് ചൂടായാൽ നമ്മുടെ മോര് കറി റെഡി. ഉടച്ച തൈരൊന്നും അല്ലേ ചൂടായി വരുമ്പോൾ ആവി കയറി വരുമ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇളക്കി കൊടുത്തേ. അപ്പോൾ നമ്മുടെ ആവി കയറി കഴിഞ്ഞാൽ നമ്മുടെ തൈര് കറി റെഡിയായി. അത് സ്പൂണേ നോക്കണം ആവി പറക്കുന്നുണ്ടോ എന്നല്ലേ. ഇങ്ങനെ ഇളക്കിയിട്ട് സ്പൂണൊന്ന് കാണിച്ച് ലേശം നോക്കി പിടിച്ചേ. സ്പൂണെ നോക്കി ആവി പറക്കുമ്പോൾ ഇത് വാങ്ങണം. ഇപ്പോൾ ആവി പറക്കുന്നില്ല, കുറച്ചും കൂടെ ഇരിക്കണം. എത്ര നേരം ഇരിക്കണം അച്ഛാ? 2-3 മിനിറ്റ് 2-3 മിനിറ്റ് ഇരുന്നത്. ഇപ്പോൾ വെള്ളം ഇച്ചിരിയും കൂടെ നീട്ടം വേണമെങ്കിൽ ലേശം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അതനുസരിച്ച് ഉപ്പിടണം. പക്ഷേ നമുക്ക് ഉപ്പിടാറായി കേട്ടോ. അവസാനം ഉപ്പ് തണുത്ത് കഴിഞ്ഞിട്ട് ഇടുള്ളൂ. ഓക്കെ, അപ്പോൾ ഉപ്പ് തണുത്ത് കഴിഞ്ഞിട്ട് ഇടുള്ളൂ. അതെന്നാത്തിനാ തണുത്ത് കഴിഞ്ഞിട്ടിരുന്ന് പിരിഞ്ഞു പോകാതിരിക്കാൻ. അപ്പം ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടാവുള്ളൂ. പിന്നെ ഇച്ചിരിയും കൂടെ നിങ്ങൾക്ക് വെള്ളം ചേർക്കണേ വെള്ളം ചേർക്കാം. ഇച്ചിരി വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്നത്, കാരണം അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അല്ലേ, ആ കുറുക്കം കിട്ടാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്ക് ആ വീട്ടിൽ ആൾക്കാരൊക്കെ കൂടുതലുണ്ട്, കുറച്ചും കൂടെ നീട്ടണമെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇപ്പോൾ വെള്ളം ഒഴിച്ച് നീട്ടാം. എന്നിട്ടത് തിളച്ചെടുക്കണം. ഇപ്പം ആവി പൊങ്ങുന്നതുണ്ടോ? സ്പൂണിൽ നിന്ന് കാണിച്ച് കാണാമോ നോക്കട്ടെ. പൊങ്ങുന്നില്ല അച്ഛാ, ഉണ്ടോ? ഇതുപോലെ സ്പൂണിൽ നിന്ന് ആവി പൊങ്ങുന്നോണം വരെ വയ്ക്കാൻ മതി. അപ്പോൾ ഇപ്പം നമ്മുടെ മോര് കറി റെഡിയായി. വാങ്ങി വെച്ച് അച്ഛനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ മോര് കറി വാങ്ങി വെച്ച് ഇനി നമുക്ക് ഉപ്പിടാം. 1 ടീസ്പൂൺ ഉപ്പിടാം. ആറിയ ശേഷം വേണം ഉപ്പിടാൻ, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് അത് നന്നായിട്ട് ആറി ശരിക്കും ഇളക്കി കൊടുത്ത്, അതുകൊണ്ട് പെട്ടെന്ന് ആറി. ദേ അടിപൊളി മോര് കറി. ഇതും ചോറും കൂടെ കൂട്ടി ഉണ്ട് കഴിഞ്ഞാൽ എന്നാ സൂപ്പറാണെന്നറിയാവോ അച്ഛാ? ചോറ് കൂട്ടി ഒന്ന് കഴിച്ച് കാണിക്കണേ. നമ്മുടെ മോര് കറി അച്ഛനൊന്ന് കൂട്ടി കാണിക്കുകയാണ്. അത് നല്ല ടേസ്റ്റാണ്. ഒഴിച്ച് എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്ക്. സൂപ്പറാണോ? സൂപ്പർ, നല്ല ഒന്നാം തരം മോര് കറി. ഒന്നാം തരം മോര് കറിയാണോ? ഒന്നാം തരം മോര് കറി സൂപ്പർ. തേങ്ങ അരച്ച് ചേർത്തതും ഒക്കെ നല്ല ടേസ്റ്റാണോ? നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം കൂട്ടി കഴിഞ്ഞു പ്രത്യേക ടേസ്റ്റാണ്. ആണോ? ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് വന്നിട്ടുണ്ടല്ലേ? പിന്നെ നല്ല അതേ അടിപൊളി മോര് കറി. ഇതേ നിങ്ങൾ മോര് കറി ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. സൂപ്പർ മോര് കറിയാണ്. അപ്പം എൻ്റെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ ഇങ്ങനെ മോര് കറി ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ അല്ലേ ചോറിന് കൂട്ടാൻ നല്ലതാണ്. അതുപോലെ തന്നെ ചെറിയ ഗ്ലാസ്സിനകത്തെടുത്ത് പിള്ളേർക്കൊക്കെ കുടിക്കാനും നല്ലതാണ്. പ്രായമായവർക്കും ചെറിയ ഗ്ലാസ്സിനകത്തെടുത്ത് കുടിക്കാം. പ്രത്യേകിച്ച് ചോറിൻ്റെ കൂടെ അല്ലേ ഇച്ചിരി ഉണക്കമീനോ അച്ചാറോ തോരനോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ചോറുണ്ണാം. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു എവരി വൺ. താങ്ക്സ് കൊടുത്ത്. താങ്ക് യു. താങ്ക് യു.